അപ്പൊ ഇന്ന് നമ്മൾ ഫ്രൈഡേ ബുട്ട് ക്യാമ്പാണ്. ഇന്നലെ ഞാൻ പൂർണ്ണമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ ഇന്നലെ വിഷൻ ബോർഡിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. വിഷൻ ബോർഡ്, പുതിയ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര പേര് വിഷൻ ബോർഡ് ചെയ്തു എനിക്കറിയില്ല. ആ സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർ എത്ര പേര് സ്പെക്ട്രം മെത്തേഡ് പ്രകാരം വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഇന്നലെ സംസാരത്തിനിടയിൽ പൂർണ്ണിമ കാറ് വെച്ചത് ഒരു ചെറിയ കാറാണ്, കുഞ്ഞു കാറാണ്. അപ്പൊ ഞാൻ പൂർണ്ണിമടുത്ത് ചോദിച്ചു, എല്ലാം സംസാരിച്ച സമയത്ത് കാറ് കുറച്ച് വലുതാക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പൂർണ്ണ പറഞ്ഞു ഇല്ല, ആദ്യം ഈ കാറ് വലിയ കാറിലേക്ക് പോകാനുള്ള ഈ ഡൗട്ട്ഫുൾ മൈൻഡാണ് നമ്മളെ താഴേക്ക് വലിക്കുന്ന വലിയൊരു കാര്യം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും നമുക്ക് ഡൗട്ട്ഫുൾ മൈൻഡ് ഉണ്ടാവുന്നില്ല പലപ്പോഴും. അപ്പൊ അതാണ് ഇന്ന് ഞാൻ ഇന്നത്തെ സെഷൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇന്നത്തെ ഒരു റുട്ടീനാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഡൗട്ടും വറിയൊക്കെ നമ്മളെ പല സ്വപ്നങ്ങളും നമ്മളെ അകറ്റുന്നുണ്ട്. നമ്മൾ അല്ലേ? ശരിയല്ലേ? യെസ്, സൂപ്പർ. ഓക്കെ, അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ചെയ്യണം. നേരത്തെ ഞാൻ സംസാരിച്ച പണ്ടെപ്പോഴും സംസാരിച്ചാണ്, വീണ്ടും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ഒരു ദിവസം മുഴുവനും ചെയ്യേണ്ട കാര്യങ്ങളാണ്. 10 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ടതാത്ത 10 കാര്യങ്ങൾ. 2 കാര്യം സംസാരിക്കണ്ടാവും. ചെയ്യേണ്ട 10 കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 10 ഡോൺ ഡൂസും. അപ്പൊ നോട്ട് ചെയ്ത് പോവാ. അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇരുത്തി പോവാം. അറിയാത്ത ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും പകൽ ചെയ്യേണ്ട കാര്യങ്ങളും രാത്രി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം സംസാരിക്കുക. അപ്പൊ നിങ്ങളിത് ചെയ്യണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഉറപ്പാണ് ഇതേ പാറ്റേൺ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഭയങ്കര മാറ്റം വരുന്നുണ്ടോ? ഓക്കെ, റെഡി, സൂപ്പർ. അപ്പൊ ആദ്യം ചെയ്യുന്ന ഒരു ദിവസം രാവിലെ എണീറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വലത്തോട്ട് തിരിഞ്ഞ് എണീക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ബ്ലഡ് ഫ്ലോസും എല്ലാം കറക്റ്റ് വരുന്നുണ്ടാവും. വലത്തോട്ട് തിരിഞ്ഞ് എണീക്കുക നന്നായിരിക്കും, ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരം വളരെ പ്രധാനമാണ്, അല്ലേ? നിങ്ങളുടെ കൈ, കാരണം നമ്മൾ കൈ കൊണ്ടാണ് മേടിക്കുന്നത് കൊടുക്കുന്നതെല്ലാം. അപ്പൊ ഒരുപാട് ഐശ്വര്യം മേടിക്കാനായിട്ട് ഉള്ളം കൈ നോക്കുന്നത് നല്ലതാണ് രാവിലെ തന്നെ, ഐശ്വര്യമായിട്ട്. 2 കൈ തുറന്നു നോക്കിക്കൊണ്ട് 2 കൈ നോക്കുക. കാരണം കരം വളരെ പ്രധാനം, അല്ലേ? ശരിയല്ലേ? കൈകൾ വളരെ പ്രാധാന്യത്തോട് എഴുതിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന രീതി, നിങ്ങൾ ഏത് മതവിശ്വാസിയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ, ഈശ്വരനെ പ്രാർത്ഥിക്കാം. 1-2 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഒന്നും ചോദിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പോകാം, പക്ഷെ എൻ്റെ അഭിപ്രായം ഒരു കാര്യവും ചോദിക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തുന്നത് മാത്രമാണ് പ്രാർത്ഥന രീതി നന്നാവാന്നാണ് എൻ്റെ അഭിപ്രായം. എന്ത് പറയുന്നു സജിനി ബോബൻ, ശരിയാണോ? സർ, അതെ അതെ. നമ്മൾ ഈ ലോട്ടറി അടിക്കുന്ന പോലെ നമുക്ക് മാത്രം, എനിക്ക് മാത്രം എന്നൊരു അർത്ഥം ഇല്ലാതെ എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ. കാരണം നമ്മൾ അന്ന് ട്രെയിനിൽ പറഞ്ഞ പോലെ യു ആൻഡ് മീ ഇല്ല, അല്ലെ? ഞാൻ നീ എന്നൊരു വ്യത്യാസം ദൈവത്തിന് പ്രപഞ്ചത്തിന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്കും നല്ല സംഭവിക്കും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സംസാരിച്ച് പോകാനായിട്ട്. ഒരു ദിവസം റുട്ടീൻ ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തന്നെ ആരംഭിക്കുക. നമ്മൾ സെഷനിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 3 തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. പലപ്പോഴും പറയുന്നത് ഒന്നാമത്തെ സാധനം നിങ്ങൾക്ക് ഉള്ളതിന് നന്ദി പറയാം. പലപ്പോഴും നമുക്ക് ഉള്ളതിന് നമ്മൾ കാണുന്നില്ല, നമ്മൾ ഇല്ലായ്മയാണ് കാണുക. ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക. അതോടൊപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടില്ല അതിനും നന്ദി പ്രകാശിപ്പിക്കണം. കാര്യം നിങ്ങൾക്ക് തരാതിരിക്കാനായിട്ടൊരു കാരണം ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നല്ലൊരു കുടുംബം കിട്ടിയിട്ടില്ല, മറ്റുള്ള അപ്പുറത്ത് ഇപ്പുറത്ത് നന്നായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം നല്ലതെന്താ തരാത്ത എന്ന് പരാതി പറയുന്നതിന് പകരം അതിന് നന്ദി പ്രകാശം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതിന് പുറകിൽ. ഒന്നും മോശമായിട്ടോ അല്ലെങ്കിൽ അപൂർണമായിട്ടോ ഇറക്കില്ല എന്നാണ് പ്രപഞ്ച നിയമം. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇല്ലായ്മകളെ കുറിച്ച് പരാതി പറയുന്ന പകരം താങ്ക് യു സോ മച്ച്, എനിക്ക് തിരിച്ചത് തന്നതിന്, എനിക്കത് കാണിച്ചു തന്നതിന്, ഇതെന്റെ ജീവിതത്തിൽ തന്നതിന്. ക്ലിയർ ആണ്? അതോടൊപ്പം എന്തെങ്കിലും നിങ്ങളുടെ നെഗറ്റിവിറ്റി സംഭവിച്ചു പോകണം, അതിന് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക. എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്, എനിക്ക് തെറ്റ് എന്നിൽ നിന്ന് ഉണ്ടാക്കി എനിക്ക് തിരുത്താനായിട്ട് എനിക്കൊരു അവസരം തന്നതിന്. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ വേണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. നിങ്ങൾ എത്ര പേര് ഡെയിലി പ്രാക്ടീസിങ് കാര്യം ഓരോ ദിവസവും, ഇപ്പൊ ഇന്നലെ സുജിത പറയായിരുന്നു, എല്ലാ ദിവസവും ഞാൻ ഇപ്പോ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലേ സുജിത? എല്ലാ ദിവസവും Yes. ഞാൻ നന്ദി പറയുന്നു, ആളുകളോടൊക്കെ നന്ദി പറയുന്നു. ആ സ്വഭാവത്തിലേക്ക് മാറി. എന്തിനും ഞാനിപ്പോ നന്ദി കൊടുത്ത് തുടങ്ങി, നല്ല സ്വഭാവമായിട്ട് മാറ്റാൻ. ക്ലിയർ ആണോ നവീൻ? ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് ഒരു ദിവസം മുഴുവൻ ആരോടും ആര് ചെയ്താലും താങ്ക് യു, താങ്ക് യു, താങ്ക് യു പറയാം. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രപഞ്ചത്തോട് മാത്രം നന്ദി പറഞ്ഞാൽ മതി. എന്തോ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ വരുന്ന ആളുകളോട് നമ്മൾ പറയുന്നില്ല. പറയുന്നുണ്ടോ?
ഇപ്പൊ നമ്മുടെ വീട്ടില് കറണ്ട് പോയി, തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ വന്ന് ഫ്യൂസ് കിട്ടി തന്നു എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി അന്ന് നമുക്കറിയില്ല, ഹസ്ബൻഡ് ഇല്ല വീട്ടിൽ, അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ആൾ വന്നിട്ടാണ് ഗ്യാസ് നമുക്ക് ഫിറ്റ് ചെയ്തത്, നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നന്ദി പറയാറുണ്ടോ? ഓട്ടോറിക്ഷക്കാരന് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ താങ്ക് യു ചേട്ടാ എന്ന് പറയാറുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് സംസാരിക്കുന്നത്. രണ്ട്, സെറ്റ് ക്ലിയർ ഇന്റൻഷൻ ഫോർ ദ ഡേ. നോട്ട് ചെയ്യുക, സെറ്റ് ക്ലിയർ ഇന്റൻഷൻ ഫോർ ദ ഡേ. അതായത് അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ഇന്റൻഷൻ രാവിലെ നന്ദി പറഞ്ഞ ശേഷം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇന്ന് എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത് എന്നൊരു പ്ലാനോട് കൂടി വേണം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയാം. വ്യക്തമായിട്ടുള്ള ആക്ഷൻ എന്താണ് ചെയ്യേണ്ടതായിട്ട് ഇന്റൻഷൻ. റെഡി? രണ്ട്. മൂന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ആണ്. ഒരു 1-2 മിനിറ്റ് ആനാപാന മെഡിറ്റേഷൻ പോലത്തെ എന്തെങ്കിലും സിമ്പിൾ മെഡിറ്റേഷൻ, ചുമ്മാ ഇരുന്ന് കണ്ണടിച്ചിരുന്നാലും മതി. നിങ്ങളുടെ ചിന്തകൾ വന്ന് പൊക്കോട്ടെ. ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോകും. അതല്ല, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ അതനുസരിച്ച് 1-2 മിനിറ്റ് ചെയ്യാൻ നന്നായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാണ് രാജേച്ചിയൊക്കെ, രാജിമുരളി ഇല്ല ആണ്ടിലോ ഇല്ല, രാജേച്ചിയുടെ ഒക്കെ ആ വാദം എനിക്കറിയാം. 10 കൊല്ലം മുമ്പ് ഞാൻ കാണുമ്പോൾ ചേച്ചിയുടെ വരല ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പരിപൂർണമായിട്ട് മാറ്റാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത് മെഡിറ്റേഷനാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കും. ഇത്ര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നിങ്ങളെ ഞാൻ ആ ഒരു മനസ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ശാന്തതയിലേക്ക് കൊണ്ടുപോകും. ക്ലിയർ? സ്ട്രെസ് ഒക്കെ ഭയങ്കര അകന്നു പോകും. അപ്പൊ 2 മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഇരുന്ന് ഇരിക്കുക. സമയമില്ലാന്ന് ഒരു കാരണവശാലും പറയരുത്. സമയം ഉണ്ടാക്കുക. നമ്മളത് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും പറഞ്ഞ കാര്യം രാവിലെ സമയമില്ല, കുട്ടികളെ സ്കൂളിൽ വിടണം, രാവിലെ ജോലിക്ക് പോകണം, സമയം ഉണ്ടാക്കണം. ഓക്കെ ഉണ്ടോ അല്ലേ? റെഡി? 3 കാര്യം പറഞ്ഞു. നാലാമത്തെ സാധനം വിഷ്വലൈസേഷൻ ആണ്. ഇരുന്ന് അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് അങ്ങോട്ട് രാവിലത്തെ എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഗോൾസ് അത് വിഷ്വലൈസ് ചെയ്യുക, നടന്നതായി കണ്ടുകൊണ്ട്. ഇപ്പൊ കാറാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാറ് മേടിച്ചതായിട്ട്, കാറിൽ യാത്ര ചെയ്യുന്നതായിട്ട്, കാർ വീട്ടിൽ വിട്ട് കിടക്കുന്നതായിട്ടൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. കല്യാണമാണ് നടക്കേണ്ടതെങ്കിൽ ജെഫി കാണുന്നുണ്ട്, ജെഫിയും ജെഫിയുടെ ഹസ്ബൻഡും കൂടി US തെരുവീതികളിലൂടെ നടന്ന് ഉദ്യാനത്തിലൂടെ നടന്നു പോകുന്നതായിട്ടൊക്കെ ജെഫി ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? അല്ലാതെ എന്റെ നാട് പൂയ ആയതുകൊണ്ട് പൂയക്കാർക്ക് എല്ലാവർക്കും കുടുംബം മോശമാണെന്ന് ഒരു കാരണവശാലും പറയരുത് ഇനി. റെഡി? ഓക്കെ. അപ്പൊ ആ രീതിയിൽ വിഷ്വലൈസേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വിഷ്വലൈസേഷൻ പകൽ മൊത്തം ചെയ്യാൻ എൻ്റെ അഭിപ്രായം. എപ്പോഴും ആ ഒരു ദിവാസ്വപ്നം കണ്ടു നടക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണത്, അതിങ്ങനെ നിങ്ങളുടെ പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് വിഷ്വലൈസേഷൻ ചെയ്ത് തൊട്ട് കുറച്ചേണ്ടത് അഫർമേഷൻസ് ആണ്. നിങ്ങൾ മനസ്സിനോട്, ഞാൻ എല്ലാ ദിവസവും രാവിലെ പറ്റി ചെയ്യുന്ന ആളാണ്, എന്താണോ നിങ്ങളുടെ സ്വപ്നം ആ സ്വപ്നം എങ്ങനെ നിങ്ങൾ മനസ്സിൽ പറയാം. ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഓരോ ദിവസം വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച പോലെ ഗവൺമെന്റ് ജോലി ലഭിച്ചിരിക്കുന്നു, വോട്ടവർ. ഒരു 5-10 ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പാറ്റേണിൽ എല്ലാ ദിവസവും പറയാം അഫർമേഷൻസ്. റെഡി? റെഡി? 5 കാര്യം പറഞ്ഞു. ഇത്രയും 5 കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ, ഈ 5 കാര്യം ഇല്ലാത്ത ഒരു മോർണിംഗ് ഉണ്ടാവരുത്. ശരി? അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ സെഷനിൽ ഇതിന് അഫർമേഷൻ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ കോൺഷ്യസ് ആയിട്ട് അട്രാക്ഷൻ നടത്തണ്ടേ. ഇതൊക്കെ കോൺഷ്യസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാണ്. അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പലരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ അൺകോൺഷ്യസ്ലി വിഷ്വലൈസേഷൻ എപ്പോഴും ചെയ്യാം. പണ്ട് പോലെ എന്റെ ഞാൻ ഹൈലി വിഷ്വൽ ആയിട്ട് ഒരാളാണ്. എന്ത് സാധനവും മനസ്സിൽ ഭയങ്കര ഈ ഇമാജിനേഷൻ പവർ കൂടുതൽ എനിക്ക്. അപ്പൊ ഞാൻ വിഷ്വലൈസേഷൻ എപ്പോഴും കാണുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറിയ കാര്യം എപ്പോഴും നടക്കുമായിരുന്നു. എല്ലാ കാര്യം ഇങ്ങനെ നടന്നു പോയിരുന്നു. ഹൈലി വിഷ്വൽ ആയിട്ടുള്ള ആളായല്ലോ. അപ്പോൾ വിഷ്വലൈസേഷൻ പവർ ഇല്ലാത്ത ആൾക്കാർ വിഷ്വലൈസേഷൻ എക്സസൈസ് ചെയ്യണം. പിന്നെ ദിവസം പറഞ്ഞുതരാൻ അറിയില്ലെങ്കിൽ, ആർക്കെങ്കിലും വിഷ്വലൈസേഷൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു പ്രാക്ടീസ്. എനിക്കൊരു നവീന് വിഷ്വലൈസേഷൻ പവർ കുറവായിരിക്കും. ശരിയല്ലേ നവീൻ? ആണോ? പറയൂ, കേൾക്കണില്ല. അതെ അതെ. ആ, അപ്പൊ നവീൻ വിഷ്വലൈസർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുക, എന്തെങ്കിലും ഒരു സീനറി എടുക്കുക, ആ സീനറി എന്തെങ്കിലും ഒരു സീനറി എടുക്കുക, ആ സീനറി അങ്ങനെ മൊബൈലിൽ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുക. ആ സീനറിയിൽ എന്തൊക്കെ ഉള്ളത്. ഇപ്പൊ ഒരു കടൽ തീരമാണെങ്കിൽ കടൽ തീരം എന്തൊക്കെയുണ്ട്, തിര കാണുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ബോട്ട് ഉണ്ട്, ഷിപ്പ് ഉണ്ട്, ഇതൊക്കെ അതെല്ലാം മൈന്യൂട്ടായിട്ട് എല്ലാ ഡീറ്റെയിലും വിഷ്വലൈസ് ചെയ്ത് കാണാം. അത് കണ്ടതിന് ശേഷം കണ്ണ് നടച്ചിട്ട് മനസ്സിൽ കാണാൻ നോക്കുക ആ ഡീറ്റെയിൽ. വീണ്ടും തുറന്ന് പടം മൊത്തം നോക്കുക.
കണ്ണടയ്ക്കുക, വീണ്ടും അതൊന്ന് നോക്കാം. ഇതിങ്ങനെ പ്രാക്ടീസ്, നിങ്ങൾക്ക് ആ പവർ ജന്മന ഇല്ലാത്തത് നമ്മളിനി ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഡെയിലി പ്രാക്ടീസിലൂടെ. വിഷ്വലൈസേഷൻ പവർ കൂടുതലുള്ള ആൾക്കാർക്ക് അട്രാക്ഷൻ പവർ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങൾ ഒരു ദിവസം മിനിമം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ പകൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പകൽ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ പകൽ സമയം ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വണ്ടി കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടുമുട്ട് സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു, എന്തെങ്കിലും നെഗറ്റിവിറ്റി നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അതിനെ എംബ്രേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആ നെഗറ്റിവിറ്റി തന്നതിന്, ഇങ്ങനെ സംഭവിച്ചതിന് താങ്ക് യു എന്ന് പറയാം. പലപ്പോഴും നമ്മൾ നേരെ ഓപ്പോസിറ്റാ പറയാ, അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു മോശം സംഭവിച്ചു നമ്മൾ പിന്നെ ഇത് നശിക്കാൻ നേരത്തെ ഇങ്ങനെ എനിക്ക് സംഭവിച്ചു പോയല്ലോ, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ രീതി നമ്മൾ എപ്പോഴും പരാതിയാണ്. ഇപ്പോ ജെഫി ഇന്നാള് പറഞ്ഞു എക്സാം ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ കിട്ടിയില്ല. അപ്പൊ പണ്ടത്തെ ജെഫി ആണെങ്കിൽ പരാതിപ്പെട്ട് കരഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ജെഫി അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു അത് കിട്ടാതിരുന്നതിന്, അല്ലെ ജെഫി? ജെഫി എപ്പോഴും എന്റെ പറഞ്ഞ ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടിയില്ല, നടന്നില്ല, തെറ്റ് സംഭവിച്ചെങ്കിൽ താങ്ക് യു, അങ്ങനെ സംഭവിക്കും. കാരണം ഇതിൽ നല്ല വരാനിരിക്കുവാണ്. അപ്പോഴേ നമ്മളിലേക്ക് നല്ലത് വരുള്ളൂ. റെഡി? യെസ്, ബ്യൂട്ടിഫുൾ. എംപ്രസ് നെഗറ്റിവിറ്റി കഴിഞ്ഞാൽ എണ്ണാൻ ചെയ്യുന്നത് വാക്ക് ദ ടോക്ക് എന്ന് പറയും. വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും അതിന്റെ പോസിറ്റീവ് എൻഡ് റിസൾട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാനായിട്ട്. ഞാനത് കഴിഞ്ഞ 24 സെഷനൊക്കെ മുമ്പ് ഞാൻ രാവിലെ ഇരുന്ന് ചെയ്ത ഇന്നത്തെ സെഷൻ വളരെ ഗംഭീരം. ഞാൻ എത്ര വട്ടം കണ്ടെന്നറിയാം, ഹോട്ടൽ റൂമും ഹോട്ടലിലെ ആൾക്കാരും ട്രെയിനിങ്സും. അപ്പൊ അതിങ്ങനെ ട്രെയിനിങ് നിങ്ങളെ കൊണ്ട് ഒരു ചെയ്യിപ്പിക്കുന്നതെല്ലാം കണ്ട് എത്ര തവണ ഞാൻ അത് വാക്ക് ദ ടോക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് മനസ്സിൽ കാണണം കേട്ടോ. ഉറപ്പില്ല. എവിടെയെങ്കിലും സ്ഥലത്ത് പോകാൻ നേരത്ത് സമയത്ത് ബസ് കിട്ടുന്നു, ബസ്സിലും കയറുന്നു, യാത്ര സുഖമായിട്ട് എത്തുന്നു, ഞാൻ അവിടെ പോയി സംസാരിക്കുന്നു, ആദ്യം ക്ലോസ് ചെയ്യുന്നു, ഭംഗിയായിട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതൊരു ഹാബിറ്റാക്കി മാറ്റാം. ഓട്ടോമാറ്റിക് ആവും. പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ടിട്ട് പോകുള്ളൂ. നേരെ തിരിച്ചാ പലപ്പോഴും നമ്മൾ ഇന്ന് മഴ പെയ്യാവോ, ഇന്ന് ബസ് കിട്ടുമാവോ, ഇന്ന് ട്രെയിൻ നഷ്ടപ്പെടുവോ, ഇന്ന് ട്രെയിൻ സമയത്ത് വരുമാവോ എന്നുള്ള സംശയങ്ങളോടുകൂടി നമ്മൾ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെയാണ്? നമ്മൾ തന്നെ അതായത് നമ്മളെ ക്രിയേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങൾ. റെഡി? അപ്പൊ ആ രീതിയിൽ വാക്ക് ദ ടോക്ക് വേണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ ചെയ്തു പോയാലോ ക്യാൻസൽ ക്യാൻസൽ എഴുതിക്കോളൂ. 8ാമത്തെ പോയിന്റ് ക്യാൻസൽ ക്യാൻസൽ. നമ്മളിപ്പോ പറഞ്ഞു പോയി, ഒരു കുറ്റം പറഞ്ഞു, മറ്റുള്ള ആളെ കുറിച്ച് കുറ്റം പറഞ്ഞു പോയി, നമ്മൾ റൂമറോ ബോസോ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അയ്യോ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, ക്യാൻസൽ ക്യാൻസൽ. ക്ലിയർ? അപ്പൊ അങ്ങനത്തെ മോശമായിട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിൽ അതിനങ്ങോട്ട് കട്ട് ചെയ്യാം, ക്യാൻസൽ ക്യാൻസൽ ചെയ്യുക. 8ാമത്തെ സാധനം. 9ാമത്തെ സാധനം ഹോപ്പനോപ്പനുമാണ്. എന്ത് സാധനവും നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹോപ്പനോപ്പനോ ഒരു എന്ത് ചെയ്യുമ്പോൾ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ക്ലിയർ? ബിനു മാഡം റെഡി? ഹോപ്പനോപ്പൻ ചൊല്ലാറുണ്ടോ? ഇല്ല, ചൊല്ലാറില്ല. ഇപ്പൊ വെറുതെ തലയാട്ടുക. ചൊല്ലാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി കയറാൻ പോകുന്നു, വണ്ടിയിൽ ഒന്ന് കൈ വെച്ചുകൊണ്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേക്കാം, വണ്ടി ഓടിച്ചു പോവാം. സുഖമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി എല്ലാ ബ്ലോക്സും എല്ലാ തടസ്സങ്ങളെല്ലാം വെട്ടി നികത്തി പോകാൻ വേണ്ടി. റെഡിയാണോ? ശ്രീകുമാർ കൃഷ്ണൻ, ഹോപ്പനോപ്പൻ എന്താണെന്ന് അറിയോ? ഹോപ്പനോപ്പനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാക്കുകൾ പറയുന്നതാണ് ഹോപ്പനോപ്പനോ, ബേസിക് ഹോപ്പനോപ്പനോ. അപ്പൊ എന്ത് സാധനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊരു സ്വഭാവമായിട്ട് മാറ്റാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണോ? മോശമായിട്ട് കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ക്യാൻസൽ പറയാം. ക്യാൻസൽ ക്യാൻസൽ. അതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് എല്ലാം ഒരു സ്ഥലത്ത് ഇപ്പൊ ഇതിന്റെ ആള് ഡോക്ടർ ഹ്യൂലൻ എന്നാ പറയാ. ഡോക്ടർ ഹ്യൂലൻ മരിച്ചുപോയി. അദ്ദേഹം പറയുന്നുണ്ട് എവിടെയെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ മയക്കിനെ നോക്കിയിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു പറഞ്ഞിട്ടാണ് പുള്ളി ആരംഭിക്കുക. എവിടെ ഇരിക്കാൻ നിർത്ത് കസേര നോക്കിയിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. എല്ലാത്തിനും പുള്ളി ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയർ ചൊല്ലുന്ന പറയാം. ഈ ഹോപ്പനോപ്പന പ്രയർ ചൊല്ലും എന്ത് കാര്യത്തിനും. അപ്പൊ എല്ലാം വളരെ സ്മൂത്തായി പോകുന്ന പറയാം. എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ നമുക്ക്, കാരണം എല്ലാത്തിനും ജീവന്റെ തുടിപ്പുണ്ടെന്നാണ് പറയണത്. എല്ലാത്തിലും പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, എനർജി എല്ലാത്തിലും ഉണ്ട്. ആ എനർജിയും നമ്മളെല്ലാം ഒന്നാണെന്നാ പറയാം. ക്ലിയർ? അപ്പൊ ഹോപ്പനോപ്പനോ ഈ 4 കാര്യങ്ങളാണ് പകല് ചെയ്യുന്നത്. 4 കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞത് എംപ്രസ് നേരിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെ താങ്ക് യു പറയാ, ചേർത്ത് വെക്കുക. 2 വാക്ക് ദ ടോക്ക്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ എൻഡ് റിസൾട്ട് മനസ്സിൽ കണ്ട് പോസ്റ്റ് കണ്ടുകൊണ്ട് വേണം തുടങ്ങാനായിട്ട്. 3 എന്തെങ്കിലും തെറ്റോ മോശമായിട്ട് പറഞ്ഞു പോയാലോ ചെയ്തു പോയാലോ പ്രവർത്തിച്ചാലോ ക്യാൻസൽ ക്യാൻസൽ പറയാ. 4 ഹോപ്പനൊപ്പനും ചൊല്ലാം. സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ലവ് യു. റെഡിയാണ്? 9 കാര്യം സംസാരിച്ചു. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണം, അയ്യോ ഇത്രയൊക്കെ ചെയ്യണം ഒരു ദിവസം. ചെയ്യണം. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം നമ്മൾ. വേണ്ടേ? ഇപ്പൊ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് എടുക്കണം. മസിൽ വരണമെന്നുണ്ടെങ്കിൽ 10-ന്റെയും 20-ന്റെയും ഒക്കെ ഇട്ട് നല്ല വെയിറ്റ് എടുക്കണം. എന്റെ ആശം പറയും കൈ അങ്ങോട്ട് പഴുക്കണം എന്ന് പറയും. അതായത് നമ്പർ 10 നമ്പർ വെച്ചാൽ അടിക്കേണ്ടത് 10 കഴിഞ്ഞ് 2 അടിക്കാൻ പറ്റും, അടിക്കുക അങ്ങോട്ട് പഴുക്കണം. ഇതാണ് പുള്ളിയുടെ ഭാഷ. മസിൽ അങ്ങോട്ട് പഴുക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്ത് അങ്ങോട്ട് പഴുക്കണം നമ്മൾ. ഈ രീതി കാര്യം നമ്മളിലേക്ക് അടുപ്പിക്കണം എല്ലാ കാര്യങ്ങളും, അല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം. ഇനി രാത്രിയുടെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ രാവിലെ ചെയ്യേണ്ട പറഞ്ഞു, പകൽ ചെയ്യേണ്ട പറഞ്ഞു. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അതിൽ ഒന്നാമത് കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഈവനിങ് റിഫ്ലക്ഷൻസ് എന്ന് പറയും. ഈവനിങ് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആരുടെങ്കിലും നമ്മൾ എന്തെങ്കിലും അന്നത്തെ ദിവസം മോശമായിട്ടുള്ള സംഭവം ഉണ്ടായി, മോശമായിട്ടുള്ള പ്രവൃത്തി എന്തെങ്കിലും സംഭവിച്ചു പോയി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗീവ്, മാപ്പ് കൊടുക്കുക, പൊറുക്കുക. നമ്മൾ എന്തെങ്കിലും ആളോ നമ്മൾ ഗ്രഹിച്ചു വെച്ചു, അന്നത്തെ ദിവസം മോശമായിട്ട് സംസാരിച്ചു, അതൊക്കെ അതിനൊക്കെ പ്രപഞ്ചത്തോട് മാപ്പ് പറയാം. സോറി ഇങ്ങനെ സംഭവിച്ചു പോയതിൽ, സോറി ഞാനിങ്ങനെ പറഞ്ഞു പോയതിൽ, സോറി ഞാനിങ്ങനെ ചെയ്തു പോയാൽ സോറി. ഞാൻ അപ്പം തന്നെ സോറി പറയും. ഇപ്പൊ എന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് സംഭവിച്ചു, വൈഫായിട്ട് എന്ത് വർക്ക് ചെയ്തിട്ട് സംബന്ധിച്ച് അപ്പം തന്നെ ഞാൻ സോറി എന്ന് പറയും. വൈഫ് കേൾക്കുകയല്ല, അല്ല വൈഫ് കേട്ട് പറഞ്ഞാൽ അവർക്ക് വീണ്ടും കൂടും. അതുകൊണ്ട് വൈഫ് കേൾക്കാതെ മാറി നിന്നിട്ട് ഐ എം സോറി, സീരിയസ്ലി കേട്ട് പറഞ്ഞാൽ അവൾ കൂടും. അപ്പോ കുറച്ചുകൂടി എഫക്റ്റ് കൂടും. സോറി പറഞ്ഞു വരുന്ന രീതിയിലാണ്. ഓക്കെ ഓക്കെ. ആ രീതിയിൽ എന്ത് ഈവൻ റിഫ്ലക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫോർഗീവ്നെസ്, മാപ്പ് പറയാം, സോറി പറയാം. ഓക്കെ ആണോ? ചിന്തിച്ചോ, ഇത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ നല്ല കട്ടിയായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ കളഞ്ഞ് റിലീസ് ചെയ്ത് മാപ്പ് പറയാം. റെഡി? അതിനുശേഷം ജേണൽ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ എഴുതുന്നത് നന്നായിരിക്കും. ജേണൽ അന്നത്തെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ക് യു നോട്ട് എഴുതുക. ഇപ്പൊ ചില രാജ്യം ചെന്ന് കഴിഞ്ഞാൽ താങ്ക് യു നോട്ടും പറഞ്ഞ അവർ ഈ പാലത്തിലൊക്കെ മഞ്ഞ പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെക്കും, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. ചിലർ പത്രത്തിലിടും. എന്താ പറയാ, എന്തായാലും ഇതിന് സ്തുതി എന്ന് പറഞ്ഞെങ്കിലും ഇടും. എനിക്ക് എനിക്ക് അറിയില്ല, ഞാൻ പത്രത്തിൽ കാണാറുണ്ട്. എന്തോ ആ ഉപകാര സ്മരണയ്ക്ക് നന്ദി, അല്ലെ? ആ എന്ന് പറഞ്ഞ പോലത്തെ നിങ്ങൾ ചെറു നോട്ട് ഒരു ഇതുപോലത്തെ നോട്ട് പാഡിൽ, ഇന്നത്തെ നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതി വെക്കാൻ നന്നായിരിക്കും. ഒരു ദിവസം ആലോചിച്ച് അവരെ നന്ദി എഴുതി വെക്കുക. ഭയങ്കര എഫക്റ്റ്, ഭയങ്കര പവർഫുള്ളാണ്. ഒരു പരിചയത്തെ ആളായിരിക്കും. ആ പ്രവർത്തി ആളുടെ പേരും അറിയണ്ടാവില്ല. അപ്പൊ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇന്ന് ഞാൻ വഴിയിൽ നിന്നപ്പോൾ എനിക്ക് ബസ് കാണിച്ചു തന്ന വഴി കാണിച്ചു തന്ന ആൾക്ക് നന്ദി. എഴുതെങ്കിൽ നല്ലത്, എഴുതാൻ പറ്റില്ലെങ്കിൽ പറയുമെങ്കിലും ചെയ്യാം. ഓക്കെ ആണോ? റെഡി? ബ്യൂട്ടിഫുൾ. റോണ്ട ബ്രൈൻ ഭയങ്കരമായിട്ട് ജേണൽ എഴുതിയിരുന്ന ആളാന്ന് പറഞ്ഞത്. ഈ സീക്രട്ട് പുസ്തകം എഴുതിയ ലേഡി ഭയങ്കരമായിട്ട് ജേണൽ എഴുതിയിരുന്നു. എല്ലാ ദിവസവും ജേണൽ എഴുതിയിരുന്ന എല്ലാത്തിനും നന്ദി പറയായിരുന്നു. സ്പൂണിന് വരെ നന്ദി പറയായിരുന്നു അടുക്കളയിലെ. കാര്യം അവർ പറയുന്നുണ്ട് 4 ഡ്രസ്സും 4 പാത്രവും കൊണ്ടാണ് US എത്തിയത്. ആ US ഇരുന്നിട്ടാണ് ഇവർ സീക്രട്ട് പുസ്തകം എഴുതിയതും ഹിറ്റായത്. സീക്രട്ട് പുസ്തകം ആദ്യം എഴുതിയതിനു ശേഷം അത് തീ എരിഞ്ഞു പോവുകയോ കത്തി പോവുകയോ ചെയ്ത് 2ാമത് എഴുതിയാണ് പുസ്തകം. അപ്പോൾ എല്ലാം നല്ലതാണ്, അല്ലേ? ആദ്യം അങ്ങനെ സംഭവിച്ചു പോയി, അവർ പരാതിപ്പെട്ടില്ല, അവർ താങ്ക് യു പറഞ്ഞു, അത് ചീത്തയായി പോയേനും. 2ാമത് എഴുതിയ സാധനം അതിനേക്കാൾ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന പറഞ്ഞു. വ്യക്തമാക്കാൻ എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഓരോ കാരണങ്ങളുണ്ട്. എന്തോ ഒരു അപൂർണത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ തീ കത്തി പോകും, നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത്. റെഡി? യെസ്. ഇപ്പൊ ജനറൽ എഴുതാം. 12ാമത്തെ പോയിന്റ്, അതായത് രാത്രി കിടക്കുന്ന 3ാമത്തെ പോയിന്റ് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ ആണ്. അന്ന് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അതിന്റെ റിവേഴ്സ് ആയിട്ട്. അത് സംഭവിക്കാത്ത രീതിയിൽ പോയതായിട്ട് കണ്ടുകൊണ്ട് വേണം അന്നത്തെ രാത്രി കിടക്കുന്നതിന് മുമ്പ് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് അതിന് പറയാം. ശരിയാണോ? അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചു, അപ്പൊ അതിനൊരു മെസ്സേജ് പ്രപഞ്ചത്തിലേക്ക് പാസ് ചെയ്യുന്നത് കട്ട് ചെയ്ത് നമ്മളത് റിവേഴ്സ് ചെയ്തിട്ട് അന്ന് കണ്ട് പ്രോഗ്രാം ചെയ്തിട്ടാണ് കിടക്കേണ്ടത്. റെഡി? യെസ്. 13ാമത്തെ കാര്യം അഫർമേഷൻസ് ബിഫോർ ബെഡ്. കിടക്കുന്നതിന് മുമ്പ് അഫർമേഷൻസും ഇല്ല. ഇത് സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ്.
ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും ചെയ്യണ ആളാണ്. ചില ദിവസം കിടക്കാൻ ലേറ്റ് ആകുമ്പോൾ, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ രാത്രി ലേറ്റായി ഉറക്കം വന്ന് നേരെ കിടന്നു. എല്ലാ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ സാധനം റിമൈൻ ചെയ്യും. രാത്രി നിർബന്ധമായിട്ട് അഫർമേഷൻ ചെയ്യില്ല, കാരണം രാത്രി മൊത്തം നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട അഫർമേഷൻസ് വേണ്ടി. കാരണം നമ്മളൊരു 6, 7, 8 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടി വർക്ക് ചെയ്യണം. പിറ്റേ ദിവസം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണം പ്രപഞ്ചം, പ്രകൃതി, അല്ലേ? അപ്പോൾ അഫർമേഷൻസ് ബിഫോർ ബെഡ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് അത് ചെയ്യാം. 14ാമത്തെ 2 കപ്പ് മെത്തേഡ്. 2 കപ്പ് മെത്തേഡാണ് എൻ്റെ സജഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ടെക്നിക്ക് ചെയ്യാം. 2 കപ്പ് മെത്തേഡ് അല്ലെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഒന്നുകിൽ 2 ഗ്ലാസ് എടുത്തിട്ട് ആ ക്വാണ്ടം ജമ്പ് നമ്മൾ ചെയ്യുന്ന സാധനമുണ്ട്, അത് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളത്തോട് സംസാരിച്ചിട്ട് വെള്ളം കുടിക്കുക. ആക്ടിവേറ്റഡ് വാട്ടർ എന്നാണ് പറയാം അതിന്. എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരു 3-4 വെള്ളം രാവിലെ രാത്രി കുടിക്കുമെങ്കിൽ ആ വെള്ളത്തിനോട് സംസാരിച്ചിട്ട് ആ വെള്ളം കുടിക്കുക. ടോക്ക് ടു ദാറ്റ് വാട്ടർ ആൻഡ് ഡ്രിങ്ക് ഇറ്റ്. റെഡി? ഞാനത് പറഞ്ഞു, വെള്ളത്തിന് നമ്മൾ ഹീൽ ചെയ്യാനൊരു പവർ ഉണ്ട്. വെള്ളത്തിന് ഹൈഡ്രോ തെറാപ്പി എന്ന് പറഞ്ഞ വെള്ളത്തിന് ഹീൽ ചെയ്യാനൊരു പവർ ഉണ്ട്. നമ്മൾ ഈ ബേൺഡ് ഹെർമെറ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ ഘടനയിൽ മാറ്റം വരുന്നത് ചിന്തിക്കുമ്പോൾ പോലും വെള്ളത്തിന് മാറ്റം വരുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ഇത് ഡെയിലി ചെയ്യാം. 14 കാര്യങ്ങൾ സംസാരിച്ച് 14 കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ യു വിത്തിൻ ഡേയ്സ്, ഒരു 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റം ആരംഭിച്ചു തുടങ്ങുന്നുണ്ടാവും. ശരിയല്ലേ? ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കുക എത്ര പ്യൂർ ആയിരിക്കും നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മ, അല്ലേ? പരിശുദ്ധാത്മാവായിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ? ശരിയല്ലേ? റെഡി? ഗ്രേറ്റ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെ ചെയ്യരുത് നോട്ട് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ സംസാരിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ 14 കാര്യങ്ങൾ പറഞ്ഞതിൽ? രാവിലത്തെ 5 കാര്യം, അത് കഴിഞ്ഞ് പകൽ ചെയ്യേണ്ട 4 കാര്യം, രാത്രി 5 കാര്യം. പറയൂ സജീവ, പറയാൻ വേണ്ട എന്താണ്? സാറേ 2 കപ്പ് മെത്തേഡ് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനോട് സംസാരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മൾ അതിനോട് സംസാരിക്കേണ്ടത്? നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. അതുപോലെ സാറേ ഈ അഫർമേഷനും പറയുന്നതും താങ്ക് യു പറയുന്നതും ഒന്നാണോ? വൈകിട്ട് കിടക്കുമ്പോ അഫർമേഷൻ പറയണമെന്ന് പറഞ്ഞു, താങ്ക് യു പറയണമെന്ന് പറഞ്ഞു. ഈ അഫർമേഷൻ താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് അത് എനിക്ക് തോന്നുന്നു വെൽക്കം വീഡിയോ, പൂർണ്ണിമ വെൽക്കം വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്ക്? പൂർണ്ണിമ പോയി തോന്നുന്നു അല്ലേ? കൊടുത്തിട്ടുണ്ട്. മേഡം അതൊന്ന് കാണാം. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണിമ എടുത്ത് പൂർണ്ണിമ പറഞ്ഞുതരും. ശരി ശരി ശരി. സാർ 2 കപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാക്ടീസ് ആണ്. അത് ഞാൻ നമുക്ക് നമ്മുടെ സെഷനിൽ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. 2 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ വെള്ളത്തോട് സംസാരിച്ച് കുടിച്ചാലും മതി. ശരി ശരി. ആക്ടിവേറ്റഡ് വാട്ടർ എന്ന് പറയാം. ഓക്കെയാണ്. നമ്മൾ ഈ വേളാങ്കണ്ണി പോകുമ്പോഴൊക്കെ ഇല്ല ജെഫി, വേളാങ്കണ്ണി പോകുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കുപ്പിയിൽ ഈ മാതാവിന്റെ പടമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കും, ഇല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഉമ്രയ്ക്ക് വരുമ്പോൾ എനിക്കറിയില്ല, മുസ്ലിംസ് ആയിട്ടുള്ള കൂട്ടത്തിൽ സബദ നൗഷാദുണ്ട്. നമ്മൾ ഉമ്ര കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് അതിനെന്തോ പേര് പറയാം വെള്ളത്തിന്, എനിക്ക് ഓർമ്മയില്ല. അതും ഇങ്ങനെ വെള്ളം തരും പാത്രത്തിലിട്ട്, ഇല്ലേ സബിത? സംസം വാട്ടർ, കറക്റ്റ്. സംസം വാട്ടർ തരുന്നുണ്ടാവും. ഇതും ഒരു ആക്ടിവേറ്റഡ് വാട്ടർ പോലെ തന്നെയാണ്. ഓക്കെ, ഇത് ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക. 10 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം, ഓടിച്ചിട്ട് പറയാം. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ഫോക്കസ് ഓൺ ലാക്ക് ഓർ സ്കേർസിറ്റി. സ്കേർസിറ്റിയെ കുറിച്ചോ ഇല്ലായ്മയെ കുറിച്ചോ ചെയ്യാനോ പറയാനോ പാടില്ല ഇന്ന് മുതൽ. ഇപ്പൊ ആരെങ്കിലും കടം ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോണതാണ്, അയാൾ തിരിച്ചു തരില്ല പൈസ. അപ്പൊ നമ്മൾ പറഞ്ഞത് എൻ്റെ ഇല്ലടാ, എൻ്റെ ഇല്ല, ഐ എം സോറി എന്ന് ഇനി മുതൽ പറയാതിരിക്കുക. നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരാൾ കടം ചോദിക്കണം, അതായത് 100 രൂപ ചോദിക്കുമ്പോൾ നമുക്കറിയാം അയാൾ തിരിച്ചു തരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് അയാളുടെ മുമ്പിൽ നോക്കി നോ പറയാൻ പറ്റാത്ത നമ്മൾ പറയുന്ന ഡയലോഗാണ് എൻ്റെ ഇല്ല. ഇൻഡയറക്ട്ലി നമ്മൾ ആ സ്കേർസിറ്റി ഫീൽ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ഇല്ലായ്മ ഉണ്ടാകും. അതിന് പകരം ഇല്ല, എനിക്ക് തരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഐ എം സോറി എന്ന് മാറ്റി പറയാ എന്തായാലും. അപ്പൊ സ്കേർസിറ്റി വർത്തമാനങ്ങളിലും നിങ്ങളുടെ സംസാരങ്ങളിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ഉണ്ടാവരുത്. ഇല്ലായ്മ, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കരുത്. കടമുണ്ട്, കടമുള്ള ആളെന്നുണ്ടെങ്കിൽ കടത്തെ കുറിച്ച് ചിന്തിക്കുന്നിടത്തോളം കാലം കടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കടം വലുതായിക്കൊണ്ടേയിരിക്കും.
അതിന് പകരം കടത്തിന്റെ കാര്യം അങ്ങോട്ട് മറന്ന് പൈസ ഉണ്ടാക്കാനുള്ള സമ്പത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക, സമ്പത്ത് ഉണ്ടാക്കുക. അല്ലാതെ ഒരു നിർത്തിയില്ല. കടം വീട്ടണമെങ്കിൽ പൈസ വേണം. അപ്പൊ പൈസയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പല ആൾക്കാർക്കും കടം വീഴും, അല്ലേ നവീൻ? നമ്മൾ കടം വീട്ടാനായിട്ട് കടത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഓരോ ദിവസം അത് ഇത് ചെയ്യണം, അതുകൂടെ അവിടെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ പൈസ ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞു വരും. അതിന് പകരം പൈസ ഉണ്ടാക്കാനുള്ള കാര്യം എന്ത് ചെയ്യണം? 10,000 രൂപ കൊടുക്കാൻ എന്ത് ചെയ്യണം? 20,000 രൂപ പൈസ ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടത്? ഇറങ്ങിത്തിരിക്കുക. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി നാട്ടിലുണ്ട്. ശരി, ഇന്നൊരു 1,00,000 രൂപ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. സീരിയസ്ലി ബുദ്ധിപരമായിട്ടൊന്ന് നിങ്ങൾ കരുക്കൾ നിൽക്കണേ 1 lakh ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇന്നത്തെ അവസ്ഥയാണ് ഈ പറയണേ. 1,00,000 രൂപ ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇന്നലെ സുജിത ഞാൻ സംസാരിക്കായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്യുന്നത് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും ആള് കാണും. വ്യത്യസ്തമായിട്ട് എന്താ കൊടുക്കാൻ പറ്റുക ആള് കാണും. നിങ്ങൾ ഹോട്ടൽ തുടങ്ങണം, ആ ഹോട്ടലിൽ എന്ത് വ്യത്യസ്തമായ ഡിഷ് കൊടുക്കാൻ പറ്റും ആൾക്കാർ വരും, അല്ലേ? ഒരു ചായക്കട തുടങ്ങണം, ചായ മാത്രമേ ഉള്ളൂ, വെറൈറ്റി ചായയാണ്, ഇതുവരെ കിട്ടാത്ത കാണാത്ത ചായ. എൻ്റെ പേഴ്സണൽ റെസിപ്പി ചായ, കട്ടൻ ചായ, 5 തരത്തിലെ വിവിധ കട്ടൻ ചായകൾ നിങ്ങൾ പരസ്യം കൊടുക്കുന്നു, ആള് വരുന്നു, വന്ന് കുടിച്ച് പോയാൽ ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് അവൻ 10 പേർക്ക് പറയും അടിപൊളി ചായ കേട്ടോ. അവിടെ ഹൂബ്ലിയിൽ ശ്രുതി എന്ന് പറഞ്ഞ ലേഡി ഉണ്ട്, അവരുടെ ഒരു ഷോപ്പുണ്ട്, ഒരു അടിപൊളി ഷോപ്പാണ്. അവിടെ ഒരു ചായ കിട്ടും, മോനെ എൻ്റെ മോനെ കിട്ടില്ല, ചായ കുടിച്ച പിന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ ആൾക്കാർ പറയും അവിടെ ചായക്കട കുടിക്കാം, ചായ കുടിച്ചു എന്ത് ചായ, സാധാരണ ചായ എന്നല്ലേ പറയുള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ ഉള്ള സ്കേർസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഡോൺ എന്റർടൈൻ നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഒരു കാരണവശാലും നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവാതിരിക്കുക. അന്നേരം അപ്പൊ തന്നെ ക്യാൻസൽ പറഞ്ഞ് മാറ്റുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ കണ്ടീഷൻഡ് ആണ് ചെറുപ്പം മുതലേ. നമ്മൾ കേട്ട് പഠിച്ച് വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇവിടെയാണ് പ്രഫുല്ല വേലായുധന്റെ ഉള്ളിൽ വരുന്ന നിരന്തരമായിട്ട് വരുന്ന സാധനമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്, അല്ലേ പ്രഫുല്ല? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ, സുന്ദരമായ ശബ്ദം ഞാൻ കേൾക്കട്ടെ. ആണ്. അപ്പൊ ഇന്നുപോലെ എന്ത് ചെയ്യണം പ്രഫുല്ല? അപ്പൊ പോസിറ്റീവായിട്ട് മാത്രം. അപ്പൊ തന്നെ ക്യാൻസൽ നേരെ തന്നെ മാറ്റി പോസിറ്റീവ് പറയാം, സംസാരിക്കാം. ശരിയാണോ? യെസ്, ബ്യൂട്ടിഫുൾ. എനിക്ക് ഞാൻ 21 സെഷന് വരുന്ന സമയത്ത് അന്ന് തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ എനിക്ക് തൊണ്ടവേദനയുണ്ട്. ഇവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് പുറപ്പെടുന്നത്. ബുധനാഴ്ച രാത്രി എനിക്ക് നല്ല തൊണ്ടവേദന, കാരണം മോള് പനിയും കൊണ്ടാണ് സ്കൂളിൽ നിന്ന് വന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇരിക്കുമ്പോൾ നല്ല തൊണ്ടവേദന, കട്ടി തൊണ്ടവേദന. അപ്പൊ ഞാൻ വൈകിട്ട് കുറച്ച് ചൂടുവെള്ളം തരാൻ പറഞ്ഞ് ചൂടുവെള്ളം കുടിച്ച് അത് ഗാർഗിളൊന്നും ചെയ്തില്ല, ചുമ്മാ വെള്ളം കുടിച്ച് ഞാൻ പിന്നെ ഇറങ്ങി AC ഇട്ട് പോവാണ്. അതായത് 12 മണിക്കൂർ കാറിൽ യാത്രയാണ്, ചെന്നൈ ടു കൊച്ചി. ആ സമയം മൊത്തം ഞാൻ മറ്റേ DICCCയും ഹോപ്പനോപ്പിനും എടുത്ത് ചൊല്ലുന്നത്. തൊണ്ടയെ കുറിച്ച് തൊണ്ട കൈവച്ചുകൊണ്ട് DICCC ഹോപ്പനോപ്പിനും ഇത് രണ്ടും ചൊല്ലി ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 8-9 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടവേദന ഓൾമോസ്റ്റ് പോയി. പിന്നെ നല്ല ജലദോഷം ചുമയുണ്ട്. അതിനൊക്കെ ചൊല്ലി ഞാൻ വന്നു. നേരെ സെഷൻ വരുമ്പോൾ അപ്പൊ പൂർണ്ണിമയുടെ ചോദിക്കേണ്ടത് സൗണ്ടൊക്കെ പോയില്ല, എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു പൂർണ്ണിമ എന്റെ സ്വഭാവം എങ്ങനെയാണ്, തട്ടേ കയറിയ മട്ടുമാറും എന്ന് ഞാൻ പറഞ്ഞു. അല്ലെ പൂർണ്ണിമയുടെ തോന്നിക്കൂട്ടത്തിൽ തട്ടേ കയറിയ മട്ടുമാറും. അതെ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, തട്ടേ കയറിയ മട്ടും ഇതൊന്നും മറക്കില്ല. ആ തൊണ്ട വെച്ചിട്ട് ഞാൻ അവിടെ ബഹളം വെച്ചത്. നമ്മളാ എന്താണ് ട്രയാഡ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല തൊണ്ട ചുമയൊക്കെ ചെയ്യുന്ന സമയത്താണ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ പോസിറ്റീവായിട്ട് വേണം നമ്മൾ ചിന്തിച്ച് പോകാൻ, നെഗറ്റീവ് സെൽഫ് ഉണ്ടാവുക. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ ഉള്ളിൽ തോന്നിയില്ല സെഷനാണ്, ശരിയാവുമോ, സംസാരിക്കാൻ പറ്റുമോ, മാറ്റി വെക്കേണ്ടി വരുമോ, ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? തൊണ്ട വിട്ടുപോയി, നാളെ എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, നാളെ തൊണ്ട വേണമെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കും. അത് റിസൾട്ട് നെഗറ്റീവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ രണ്ടാമത്തെ സാധനം നെഗറ്റീവ് സെൽഫ് ഉണ്ടായത്. മൂന്നാമത്തെ പോയിന്റ് എഴുതിക്കോളാം, ഡോണ്ട് ഡ്വെൽ ഓൺ പാസ്റ്റ് ഫെയിലിയേഴ്സ്. പാസ്റ്റ് കഴിഞ്ഞു പോയ പരാജയങ്ങളെ കുറിച്ച് വീണ്ടും മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവരാതിരിക്കുക. പാസ്റ്റ് ഫെയിലിയേഴ്സ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ, കഴിഞ്ഞുപോയ ഇഷ്യൂസ്, കഴിഞ്ഞുപോയ വേദനകൾ, കഴിഞ്ഞുപോയ ചിന്തകൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞുപോയി, ഇറ്റ്സ് ഓവർ. വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ നമ്മൾ വീണ്ടും അത് ഇൻവൈറ്റ് ചെയ്യണം നമ്മളിലേക്ക്. വീണ്ടും മനസ്സിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം മനസ്സിൽ. അപ്പൊ റീക്രിയേറ്റ് ചെയ്യുന്ന അത് വീണ്ടും ആക്ഷനിലേക്ക് വരുന്ന പറയാം. അത് ഇറ്റ്സ് ഓവർ, കഴിഞ്ഞുപോയി, ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? എന്ന് പറഞ്ഞ പോലെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അത് ആ ചിന്ത വരുമ്പോൾ തന്നെ ബുദ്ധിപരമായിട്ട് കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യണം? മാറണം. കോൺഷ്യസ്ലി നമ്മൾ അതിൽ നിന്ന് നമുക്കറിയാം, അല്ലെ? ചിന്ത വരുമ്പോൾ ചിന്ത വന്നു എന്തൊരു ക്യാൻസൽ പറഞ്ഞ നേരെ പോസിറ്റീവ് ചിന്തയിലേക്ക് മാറണം.
അത് പയ്യെ പയ്യെ നമ്മൾ മനസ്സിലായി പോട്ടെ പുല്ല് കഴിഞ്ഞു പോയി, ഇനി വൈരമിച്ച് എന്താ കാര്യം, പോട്ടെ പുല്ല് പോട്ടെ പുല്ല്, ഇങ്ങനെ പറഞ്ഞ് 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 കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ സാധനം നമ്മൾ മനസ്സിൽ നിന്ന് പോകും. ശ്രദ്ധിച്ചു നോക്കുക. അതല്ല നിങ്ങൾ അതിനെ തടഞ്ഞു വെക്കാൻ നോക്കുമ്പോൾ അത് വീണ്ടും ശക്തമായി വന്നുകൊണ്ടിരിക്കും. ദോസ് ഹു ഇൻസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്ന് പറയാം. എന്തിനൊക്കെ നിങ്ങൾ തടയാൻ നോക്കുന്നു അതൊക്കെ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, റെഡി. നാലാം സ്ഥാനം എഴുതിക്കോളൂ. ഡോണ്ട് വറി അബൌട്ട് ഹൗ മാനിഫെസ്റ്റേഷൻ ഹാപ്പൻ. ഇതാണ് ഞാൻ ഇന്നലെ പൂർണ്ണമായിട്ട് സംസാരിച്ചൊരു കാര്യം. ഡോണ്ട് വറി ഓൺ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ നടക്കുമോ, ഇത് വലിയതല്ലേ, ഇത് കിട്ടുമോ, ഇതൊന്നും ചിന്തിക്കരുത്. എന്താണ് നിങ്ങളുടെ സ്വപ്നം അത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടാവാനേ പാടില്ല മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ. എനിക്ക് കിട്ടുമോ, എല്ലാവർക്കും കിട്ടും. എനിക്ക് എന്താ കിട്ടാത്ത ചിന്തിക്കുകയേ ചെയ്യരുത്. എന്താഗ്രഹിക്കുന്നു ആഗ്രഹം എല്ലാം നമുക്ക് കിട്ടും. കാര്യം ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്കുള്ളതാണ്. പക്ഷെ നമ്മളിലേക്ക് വരുന്നില്ല. അതിന് കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രാക്ടീസസ്. റെഡി? ഓക്കെ, ബ്യൂട്ടിഫുൾ. ഞാൻ 4 പറഞ്ഞു. 5-ാമത്തത്, ഡോണ്ട് എൻഗേജ് ഇൻ ഫിയർ ഓർ ഡൗട്ട്. ഭയം, പേടി, ഈ 2 കാര്യം ഉണ്ടാവാൻ പാടില്ല. ഭയം, പേടി, സംശയം, ഡൗട്ട്ഫുൾ മൈൻഡ്, പേടിയുള്ള മൈൻഡ് ഉണ്ടാവാൻ പാടില്ല. എന്താണോ ചെയ്തതായിട്ടുള്ളത്, ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങും അങ്ങോട്ട്. തെറ്റിപ്പോയാലും തെറ്റിപ്പോക്കോട്ടെ, ആൾക്കാർ കളിയാക്കിയാലും കളിയാക്കിക്കോട്ടെ, പുച്ഛിച്ചാലും പുച്ഛിച്ചോട്ടെ. അങ്ങനെ ഈ ഗിരിജ മേഡം ഒന്നും ഒരിക്കലും വീഡിയോ ഇറക്കൂല ഇൻസ്റ്റഗ്രാമിൽ, അല്ലേ? അല്ലേ മേഡം? ഉറപ്പായിട്ടും നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് വാക്കുകൾ മുറിയും, ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ ക്യാമറ ഒക്കെ നിലത്ത് വീഴും, സവിത 2 തവണ മറ്റേ ട്രൈപോഡ് നിലത്ത് മുടിഞ്ഞു പോകും. ഇതൊക്കെ സംഭവിക്കും. വീണ്ടും ചെയ്യാം. ഒരു തീരുമാനമൊക്കെ കുറച്ച്, അല്ലേ ശശി ചേട്ടാ? ശരിയല്ലേ? ആ സാധനമൊക്കെ നമ്മളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഡോണ്ട് എൻഗേജ് ഇൻ ഫിയർ ഓർ ഡൗട്ട്. 6-ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോണ്ട് എവർ കമ്പയർ. നിങ്ങളെ കമ്പയർ ചെയ്യരുത്, മറ്റുള്ളവർ കമ്പയർ ചെയ്യരുത്, കുട്ടികളെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എവരിബഡി ഈസ് യൂണിക്. ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. ആരെയും കമ്പയർ ചെയ്യരുത്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോണ്ട് കമ്പയർ. 7-ാമത്തെ പോയിന്റ്, ഡോണ്ട് ഓവർ തിങ്ക്. ഓവർ തിങ്കിങ് വന്നാൽ ബുദ്ധിപരമായിട്ട് മാറ്റണം. ഡോണ്ട് ഓവർ തിങ്ക്. ചിന്തകൾ അങ്ങോട്ട് കാട് കയറാൻ സമ്മതിക്കരുത്. അങ്ങനെ ചിന്തകൾ വന്നാൽ പാറ്റേൺ ഇന്ററപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ് ഇന്ററപ്റ്റ് ചെയ്യുക. എണീക്കുക, അങ്ങോട്ട് മാറി നടക്കുക, വെള്ളം കുടിക്കുക, ചിന്തകളെ മാറ്റി ബുദ്ധിപരമായിട്ട് കോൺഷ്യസ്ലി അതിനങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. റെഡിയാണോ സുരേഷ്? യെസ്, ഒരുപാട് ചിന്തകളുള്ള ആളാ, അതൊന്നും ചോദിച്ചതാണ്. ഓക്കെ, 8-ാമത്തെ പോയിന്റ്, ഇംപേഷ്യന്റ് ആവുക. ഡോണ്ട് ബി ഇംപേഷ്യന്റ്. അക്ഷമരാവരുത്. വന്നോളും, കിട്ടിക്കോളും, തന്നോളും, എന്നിലേക്ക് വരുന്നുണ്ടാവും. താഹിറ സൈനി കുറെ ദിവസമായില്ല കണ്ടിട്ട്. ഇന്നലെ മീനൊന്നും ഉണ്ടായില്ല അല്ലേ? പനിയായിരുന്നു. ആണോ? ഹോപ്പനൊപ്പം ചൊല്ലിയില്ലേ? ഹോപ്പനൊപ്പം ചൊല്ലിയില്ലേ? ചെല്ലി. ഗ്രേറ്റ്. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ലേ? കുറഞ്ഞു. പിന്നെ ചിന്തിക്കേണ്ടത് ശരീരത്തിൽ കിടക്കുന്ന നെഗറ്റിവിറ്റികളും മോശങ്ങളും ദോഷങ്ങളും വിഷമങ്ങളും എല്ലാം പനിയായിട്ട് പുറത്തേക്ക് പോകണമെന്ന് ചിന്തിച്ചേക്കാം. എന്നിട്ട് താങ്ക് യു പറയാം പ്രപഞ്ചത്തോട്. താങ്ക് യു, എനിക്ക് പനി തന്നതില്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഡോണ്ട് ബി ഇംപേഷ്യന്റ്. അക്ഷമരായിരിക്കരുത്, ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ശിവസുന്ദരൻ ചേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. യെസ്. 9-ാമത്തെ പോയിന്റ്, ഡോണ്ട് ഇഗ്നോർ യുവർ ഇൻറ്റ്യൂഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ടാകും, ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചേ പോവരുത്. ഫോളോ യുവർ ഇൻറ്റ്യൂഷൻസ്. ഓക്കെ, ഇൻറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യുന്ന മുമ്പും, ഇപ്പൊ നിങ്ങളൊരു വീടിന്റെ മഴയാണ്, മഴ സമയത്ത് ഒരു വടി നിൽക്കുന്ന എന്തെങ്കിലും സാധനം കുത്തി നിർത്തിയിട്ടെന്ന് വിചാരിക്കുക, അവിടെ നിങ്ങളുടെ ചായക്ക് വെള്ളം ഓടിന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഇതെങ്ങാനും ഒടിഞ്ഞ് വീഴുവോ എന്ന് തോന്നൽ വന്നാൽ ഉടനടി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മക്രിയകൾ ചെയ്തേക്കാം. കാരണം അത് ഒടിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലായിരിക്കും. ആ ചിന്ത വന്ന് അപ്പൊ തന്നെ ചെയ്തേക്കാം. അപ്പൊ തന്നെ വേറെ കോലൊക്കെ മാറ്റി വേറെ സാധനമൊക്കെ വെച്ച് മഴ വരണം, വെള്ളം നിറഞ്ഞ സാധനം ഇടിച്ച് പൊളിച്ച് വീഴണ്ട. അപ്പൊ തന്നെ ചിന്ത ഒരിക്കലും ചിന്തകളെ അവഗണിക്കരുത്. ഓക്കെ ആണോ? ഇൻറ്റ്യൂഷൻസ് ഈസ് വെരി വെരി പവർഫുൾ. നിങ്ങൾക്ക് എപ്പോഴും ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ട്, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. നമ്മൾ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യാണ്. ശരിയല്ലേ? വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ടയറ് മോശമാണ്, മുട്ട ടയർ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, ടയർ മുട്ടയാണല്ലോ, ഇതൊട്ട് പഞ്ചറാവോ എന്നൊരു ചിന്ത വന്നു പെട്ടെന്ന്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ജോലി നേരെ പഞ്ചറിന്റെ ഷോപ്പിൽ പോവാ, പഞ്ചർ സാധനം ഒട്ടിക്കുക, അതിൽ ടയർ മാറുക, അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുക, അതിനുള്ള കാര്യം ചെയ്യുക, എന്നിട്ട് തുടങ്ങാൻ പാടുള്ളൂ.
അരുദാസ് വണ്ടി ആളാണ്ട് പറഞ്ഞതാ, ശരിയല്ലേ? യെസ്. 9 കാര്യം പറഞ്ഞു. 10ാമത്തെ കാര്യം, ഡോൺ ഫോർഗെറ്റ് ടു ടേക്ക് ആക്ഷൻ. പ്രവർത്തനം, പ്രവൃത്തി, കർമ്മം. മടിക്കരുത്, ചെയ്യാതിരിക്കരുത്. എന്ത് കാര്യം ചെയ്യാൻ തോന്നുന്നു അത് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുക. ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് നോ അട്രാക്ഷൻ വിത്തൗട്ട് ആക്ഷൻ. റെഡിയാണോ? 10 കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. ഡോൺ ഫോക്കസ് ഓൺ ലാക്ക് ഓഫ് സ്കെയർസിറ്റിയെ കുറിച്ച് ചിന്തിക്കരുത്. ഡോൺ എന്റർടൈൻ നെഗറ്റീവ് സെൽഫ് ടോക്ക്. നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ഉണ്ടാവരുത്, വന്ന് മാറ്റിക്കോളാം. ഡോൺ ഡ്വെൽ ഓൺ പാസ്റ്റ് ഫെയിലിയേഴ്സ്. പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തകൾ വീണ്ടും കൊണ്ടുവരരുത്. ഡോൺ വറി അബൌട്ട് ഹൗ മാനിഫെസ്റ്റേഷൻ ഹാപ്പൻ. മാനിഫെസ്റ്റേഷൻ നടക്കുമില്ല, അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്. 5ാമത്തെ, ഡോൺ എൻഗേജ് ഇൻ ഫിയർ ഓർ ഡൗട്ട്. ഭയോ അല്ലെങ്കിൽ സംശയമോ ഉണ്ടാവുകയോ ചെയ്യരുത്. 6ാമത്തത്, നിങ്ങളെ ഡോൺ കമ്പയർ. നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെയോ നിങ്ങളുടെ കുട്ടികളെയോ ഒന്നും കമ്പയർ ചെയ്യരുത്. ഡോൺ ഓവർ തിങ്ക്. ഓവറായിട്ട് ചിന്തിക്കരുത്, ഓവർ തിങ്ക് വരുത്തരുത്. ഡോൺ ബി ഇംപേഷ്യന്റ്. അക്ഷമരായിട്ട് ഇരിക്കരുത്. ഡോൺ ഇഗ്നോർ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾ ഇൻറ്റ്യൂഷൻ ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത്. ഡോൺ ഫോർഗെറ്റ് ടു ടേക്ക് ആക്ഷൻ. പ്രവർത്തിക്കാതിരിക്കരുത്, പ്രവർത്തിക്കുക. ഈ പണ്ട് AISF പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്, വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ വായടയ്ക്ക പണിയെടുക്കുക. ക്ലിയർ? അപ്പൊ ഞാൻ 14 കാര്യങ്ങള് ഒരു ദിവസം ചെയ്യേണ്ടത് കാര്യം സംസാരിച്ചു. ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഡോൺ ഫോർഗെറ്റ് ടു ടേക്ക് ആക്ഷൻ. ഡോൺ ഫോർഗെറ്റ് ടു ടേക്ക് ആക്ഷൻ. ക്ലിയർ? ഇത് നിങ്ങളുടെ റുട്ടീനാക്കി ആദ്യം പറഞ്ഞ 14 കാര്യം ഒരു ദിവസം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാം. നിർബന്ധമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാര്യങ്ങളിൽ ഉറപ്പായിട്ട് ജീവിതത്തിൽ മാറ്റം വരും. ഓക്കെ? അകന്നിരുന്ന ബന്ധങ്ങള്, അകന്നിരുന്ന സ്നേഹങ്ങള്, അകന്നിരുന്ന സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ നിങ്ങളിൽ തിരിച്ചു വരുന്നുണ്ടാവും. ഇതൊന്നും ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ ലാസ്റ്റ് ഡോൺ ഡൂസ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ 10 എണ്ണത്തിൽ എത്ര എണ്ണം നിങ്ങളുടെ ഉള്ളിലുണ്ട്? ഇനി നിങ്ങളൊന്ന് മൊത്തം വിലയിരുത്തി നോക്കുക. ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള ആളുകൾ സക്സസ് റേറ്റ് കുറവായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ശരിയല്ലേ? ശരിയാണല്ലേ? ഇപ്പൊ ഈ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയണത്, ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർക്കുള്ള സക്സസ് റേറ്റ് കുറവായിരിക്കും. ഇന്ന് മുതൽ അതങ്ങോട്ട് കുറച്ച് കൊണ്ടുവരിക. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് വേണേ നോട്ട് ചെയ്ത് വെക്കുക, ചെക്ക് ലിസ്റ്റ് പോലെ. ഓരോ ദിവസവും രാത്രി ചെക്ക് ചെയ്യുക, ഇത്തരത്തെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ. ഒരു പ്രോഗ്രസ് ചെക്ക് എന്ന് പറയും അതിന്. നമ്മൾ ആ പ്രോഗ്രസ് ചെക്ക് വളരെ ആവശ്യം. ഓരോ ദിവസം നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി. ഞാനൊരു PP സാറിന്റെ ഇപ്പോഴും പറഞ്ഞ കഥയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. PP സാറിന്റെ സെഷനിൽ ഇരുന്നപ്പോൾ ഒരു എക്സാമ്പിൾ ഒരാൾ പറഞ്ഞതാണ്. അയാള് തൃശ്ശൂർകാരൻ, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, കേട്ടാണെങ്കിൽ ഞാൻ സോറി. തൃശ്ശൂർകാരനാണ്. അയാളുടെ വീടുണ്ടായിരുന്നു പണ്ട് തൃശ്ശൂർ ടൗണിൽ. അച്ഛനായിട്ട് ബിസിനസ് നടത്തിയ വീടൊക്കെ അവിടെ നിന്ന് വിറ്റവര് വാടകയ്ക്ക് താമസിക്കും. വലിയ ആഗ്രഹമാണ് തൃശ്ശൂർ ചെറിയ വീട് വേണം, തൃശ്ശൂർ ടൗണിൽ എവിടെയെങ്കിലും. വലിയ ആഗ്രഹം. അങ്ങനെ ആഗ്രഹം പുള്ളി എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കും. പറഞ്ഞു കയറുന്ന ആൾക്കാരോട് വീടൊക്കെ വെക്കണം, ചെറിയ വീട് വേണം, ചെറിയ കുറച്ച് 3 സെന്റായാലും കുഴപ്പമില്ല, ഇങ്ങനെ പറയുമായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു ദിവസം ഗുരുവായൂർക്ക് പോകണം. തൃശ്ശൂർ ഗുരുവായൂർക്ക് പോകുന്ന വഴി ആളുടെ ഒരു പഴയ ഫ്രണ്ടിനെ ബസ്സിൽ വെച്ച് കാണാണ്. ബസ്സിൽ വെച്ച് കണ്ടു. പുള്ളി എന്തോ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ബസ്സിലാണ് പോകുന്നത്. ആളും ഗുരുവായൂർക്ക് ഒന്ന് പോകണം. അങ്ങനെ കണ്ടുമുട്ടി, കണ്ട് സംസാരിച്ചു. ബസ്സിൽ അല്ലെങ്കിൽ ഗുരുവായൂർ എവിടെ വെച്ച് കണ്ടുമുട്ടി സംസാരിച്ച് ഇങ്ങനെ പഴയ കഥകൾ പറഞ്ഞു നോക്കി. ഇയാള് കുവൈറ്റിലാണ്, കുവൈറ്റ് വലിയ ജോലിക്കാരനാണ്. ഇയാളെല്ലാം പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, എടാ എനിക്ക് തൃശ്ശൂർ കുറച്ച് പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട്, 10-14 സെന്റ് സ്ഥലമുണ്ട്, അതൊന്നും വിൽക്കണം. 20 സെന്റ് സ്ഥലമുണ്ട്, 20 സെന്റ് സ്ഥലം വിൽക്കണം. ടൗൺ ഹാളുണ്ട് അവിടെ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. കുവൈറ്റ് പോകും, ഫാമിലിയുടെ അവിടെയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ഓക്കെ ചെയ്യാം. ഇയാൾക്ക് ഈ സൈഡായിട്ട് ബ്രോക്കർ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾ ഓക്കെ കുറെ നേരെ ബയറെ കണ്ടു. ഉദ്ദേശിച്ച വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ആ പ്രോപ്പർട്ടി വിറ്റുപോയി. 2% കമ്മീഷൻ ആള് കൊടുത്തു. അത്ര ലക്ഷം രൂപയുടെ 2% കമ്മീഷൻ കൊടുത്തതിന് പുറമെ പുള്ളി 3.5 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് അവിടെ. ഒരു കോണിൽ കിടക്കുന്ന സ്ഥലമാണ്. അതെന്താ എനിക്ക് ഗുണമൊന്നുമില്ല, 3.5 സെന്റ് സ്ഥലമാണ്, നീ എടുത്തോ. അങ്ങനെ ഇയാൾക്ക് സ്ഥലം എഴുതി കൊടുത്തു. ഭൂമി നടന്ന സംഭവം, റിയൽ സ്റ്റോറി. ഈ ഭൂമി വിൽക്കാൻ സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട് കമ്മീഷനും കൊടുത്തു. ഈ പ്രോപ്പർട്ടി 3.5 സെന്റ് സ്ഥലം, ഒരു കോൺ പോലെ കിടക്കുന്ന സ്ഥലം, ത്രികോണം പോലെ 3.5 സെന്റ് സ്ഥലമുണ്ട്. പോരെ വീട് പണിയാനായിട്ട് ടൗണിന്റെ ഉള്ളില്. ഏത് ഭാഗം പ്രോപ്പർ ഈ ലൊക്കേഷൻ കയറിയില്ല, എവിടെയാണ്? തൃശ്ശൂരാണ് സംഭവം. 3.5 സെന്റ് സ്ഥലം കിട്ടി, ആള് വീട് പണിത്. റിയൽ സ്റ്റോറി എക്സാമ്പിൾ പറഞ്ഞതാണ് വിജയൻ സാറിന്റെ മീറ്റിംഗിൽ.
എന്ന് പറഞ്ഞ പോലെ ആഗ്രഹം ശക്തമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചിന്തിക്കുകയാണ് തൃശ്ശൂർക്ക് എത്ര രൂപയാണ് എനിക്ക് ഈ ജോലിയിലുള്ളൂ, അവിടെ സ്ഥലം മേടിക്കാൻ പറ്റുമോ, ലക്ഷങ്ങൾ കൊടുക്കണ്ടേ എന്നുള്ള സംശയം ഉണ്ടായിരുന്നില്ല പുള്ളി ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ മേടിക്കും, ഞാൻ വെക്കും, ഞാൻ ചെയ്യും, സദാ സംസാരിച്ച് ചിന്തിച്ചു നടത്തുന്ന പറയണേ. നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ തന്നെ ചെറുതാക്കാതെ കൊച്ചാക്കാതെ വലുതായിട്ട് നമ്മൾ കാണുക, സംസാരിക്കുക സ്വന്തമായിട്ട്. ക്ലിയർ ആണോ? ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? റെഡി? ബ്യൂട്ടിഫുൾ. സാർ ഈ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എനിക്ക് മനസ്സിലായില്ല. ഓടിച്ചിട്ട് പറയാം. റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഇന്നിപ്പോ പകൽ സമയത്ത് ചാർലി സാറായിട്ട് വഴക്കുണ്ടാക്കി എന്ന് വിചാരിക്കുക. വഴക്കുണ്ടായി, അത് പുള്ളിയുടെ കുഴപ്പം കൊണ്ടോ നമ്മളെ കുഴപ്പമോ വാട്ടോ സംഭവിച്ചു അതങ്ങോട്ട് ബഹളമായി, ആകെ വഴക്കായി, രാത്രിയായിട്ട് വഴക്ക് തീർന്നില്ല, വഴക്ക് തീർന്നു എന്തിലാവട്ടെ. പക്ഷെ അന്ന് സംഭവിച്ച സാധനം മനസ്സിനെ വേദനിപ്പിച്ചു, അങ്ങനെ ചെയ്യേണ്ട പാടില്ലാത്തതായിരുന്നു എന്നുണ്ടെങ്കിൽ രാത്രി ഇരുന്നിട്ട് ആ സിറ്റുവേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് അതുണ്ടാവാനുള്ള സാധ്യത നമ്മൾ അങ്ങോട്ട് കളഞ്ഞാൽ വഴക്ക് അങ്ങോട്ട് ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യാം. അതായത് പുള്ളി പഞ്ചസാര എടുത്തപ്പോ പഞ്ചസാര പാത്രം കയ്യിൽ നിലത്ത് വീണു, അടുക്കള മൊത്തം പഞ്ചസാര, ഇതാണ് ഇഷ്യൂ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം പോകുന്നു, എന്ത് മനുഷ്യൻ നിങ്ങൾക്ക് നോക്കിയെടുത്തോളൂ, ഇവിടെ മൊത്തം എന്തൊരു പണി, അത് ആ തുടച്ചിട്ടോളൂ, അതാണ് സാധനം. അപ്പൊ പുള്ളി ചൂടായി, ഇനി ആരും നോക്കാൻ വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി, അങ്ങനെ സംസാരിച്ച് ആകെ വഴക്കായി, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ കാണുകൊണ്ട് പഞ്ചസാര നിനക്ക് വീണു, നിങ്ങൾ പഞ്ചസാര കളഞ്ഞല്ലേ, അടി എന്റെ കയ്യിൽ നിന്ന് തട്ടി തീർത്തു, കുഴപ്പമില്ല പോട്ടെ, ഞാൻ തൂത്ത് കളഞ്ഞേക്കാം, ഞാൻ തുടച്ചിട്ടോളൂ, ഇറ്റ്സ് ഓക്കെ, ഞാൻ തൂത്ത് വെച്ചേക്കാം. അങ്ങനെ തൂത്ത് റെഡിയാക്കി വെക്കുന്നു, രണ്ടുപേര് കെട്ടിപ്പിടിച്ചാണ് നടന്നു പോകുന്നു, തീർന്നു. അതാണ് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ. അപ്പൊ നമുക്ക് ഇനി നാളെ വൈകുന്നേരമാണ്, രാവിലെ ഞാൻ ഇന്ന് സമയം ഇടാം, നാളെ ചിലപ്പോൾ വൈകിട്ടായിരിക്കും, നാളെ രാവിലെ വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് വൈകുന്നേരം ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി. ഞാൻ ഡേറ്റ് അറിയിക്കാം, നാളെ ഉണ്ടാവും. നാളെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ നടത്താം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.